മീറ്റർ റീഡിംഗിൽ നമ്മൾ കണ്ടത് 4516 അല്ലേ. ഇതിൽ ബില്ലിൽ കാണുന്നത് 4511 കാരണം ഇത് ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന ബില്ലാട്ടോ. അപ്പൊ എന്റെ കഴിഞ്ഞ മാസം ഞാൻ അടച്ച ബില്ല് വന്നിട്ട് 1987 കേട്ടോ. അഥവാ ഇപ്പൊ അടച്ചത് ഇതാ തൂപ്പറയണോ ഇത് വണ്ടിയുടെ കിക്കറിന്റെ കോലാണ്. പക്ഷെ ഇതുകൊണ്ടൊരു വേറുണ്ട് കേട്ടോ. ഈ പെട്ടെന്ന് ആരെങ്കിലൊക്കെ നമ്മളെ പട്ടിയൊക്കെ പിന്നാലെ കൂടി കഴിഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് എറിയൊക്കെ ചെയ്യാം. പക്ഷെ കിട്ടുന്നിടത്തേക്ക് എറിയണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയതൊന്ന് ടൈറ്റ് ആയി കൊടുക്കാൻ വേണ്ടിട്ടാ. ഇന്റെ കറണ്ട് ബില്ലോ അതെന്താ അങ്ങനെ ടോക്കണക്ക്? നമ്മളെ കറണ്ട് ബില്ലൊന്ന് കൊണ്ടാ നോക്കട്ടെ. 1700 ഉള്ളൂ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അടച്ചത് 1900. അപ്പൊ 10,200 സംതിങ്ങിന്റെ മാറ്റം വന്നു കേട്ടോ. 15 ദിവസം കൊണ്ട്. ഇനി ഒരു മിനിറ്റ്, അങ്ങനെ ഒരു തരുന്ന ബില്ല് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇതിൽ എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് റീഡിങ്ങിൽ എടുത്ത സമയത്ത് എന്തെങ്കിലും ചിലപ്പോൾ അങ്ങോട്ട് മാറും, ചിലപ്പോൾ ഓരോ കാൽക്കുലേഷനിൽ മാറ്റം വരും. ആദ്യം നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാം, മീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഒരു ചെറിയ സംഭവം നമ്മളെ വീട് സ്ഥിരം കാണുന്ന ആളുകൾക്കറിയാം, ചെറിയൊരു KCBക്ക് ഒരു പണി എന്നുള്ള ലെവലിൽ നമ്മൾ ചെറിയ പരിപാടി ഒപ്പിച്ചിരുന്നു. അപ്പം ഇനി മീറ്റർ ചെക്ക് ചെയ്തിട്ട് ബാക്കി പറയാം. അപ്പോൾ ഓക്കെ കേട്ടോ, നമ്മൾ മീറ്റർ ഒന്ന് നോക്കട്ടെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലേ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു നമുക്ക് ഇതേപോലെ ഞെക്കാൻ പറ്റുമെന്ന്. ചങ്ങായിമാരെ, നമ്മളെ സ്ഥാനത്ത് നമ്മളല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും വന്ന് ഞെക്കുമോ? ഒരു കുഴപ്പമില്ല. ഇതിൽ നിയമവിരുദ്ധം എന്ന് വെച്ചത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സീലുകൾ അത് പൊട്ടിക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. ബാക്കി നമുക്ക് ഇതിൻ്റെ റീഡിങ് എടുക്കണമെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. അതെ 4516 ഇതിൽ ഇല്ല പിന്നെ റീഡിങ് കേട്ടോ. ഇനി ബില്ല് വന്ന സമയത്ത് എത്ര റീഡിംഗ് ആണെന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ എത്ര റീഡിംഗ് ആണെന്നൊക്കെ ബില്ല് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് എത്രത്തോളം മാറ്റം ഉണ്ട് എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പൊ മീറ്റർ റീഡിംഗിൽ നമ്മൾ കണ്ടത് 4516 അല്ലേ. ഇതിൽ ബില്ലിൽ കാണുന്നത് 4511 കാരണം ഇത് ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന ബില്ലാട്ടോ. അപ്പൊ എന്റെ വേരിയേഷൻ ഉണ്ടാവും, ഒരു 2 ദിവസത്തെ വേരിയേഷൻ ഉണ്ടാവും. കഴിഞ്ഞ മാസം ഞാൻ അടച്ച ബില്ല് വന്നിട്ട് 1987 കേട്ടോ. അഥവാ ഇപ്പൊ അടച്ചത് 1700 സംതിങ് ആണ്. ഏകദേശം 200 രൂപയുടെ മുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. എത്ര ദിവസം കൊണ്ടാണ്? 15 ദിവസം അല്ലേ, 16 ദിവസം കൊണ്ട്. 16 ദിവസം കൊണ്ട് കറണ്ട് ബില്ലിൽ 200 രൂപയുടെ മാറ്റം വന്നു. അപ്പോൾ ഒരു മാസം വന്നാൽ എത്രയായി? 400 ഇത് ഇത്ര അധികം വരാനുണ്ടായ കാരണം എന്താണെന്നറിയോ? കുറച്ചും കൂടി കുറയുമായിരുന്നു. കാരണം മോട്ടറിൽ കുറച്ച് വർക്ക് അധികം വന്നിട്ടുണ്ട്, കുറച്ച് യൂണിറ്റ് അവിടെ കത്തിപ്പോയിട്ടുണ്ടാവും, കുറച്ച് ചെറിയൊരു മരാമത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓക്കെ. അപ്പോൾ 2 മാസം ഈ ഒരു കറണ്ട് അടുപ്പ് മാറ്റി വെച്ചാൽ നമുക്ക് ലാഭം എത്രയായി? അറൗണ്ട് ഏകദേശം 1000 രൂപയുടെ അടുത്ത് മാറ്റാണ്. ഒരു സിലിണ്ടറിന് എന്താ വില? 800 ചില്ലാന്ന് 900ന്റെ അടുത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ആവറേജ് ഫാമിലിയിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു സിലിണ്ടർ കൂടുന്ന ഏകദേശം ഒരു 2.5-3 മാസം അല്ലേ, 3 മാസത്തിന്റെ അധികം വർക്ക് ചെയ്യും. കാരണം ഇവിടെ അടുപ്പുണ്ട്, ഗ്യാസും ഉണ്ട്, അതേപോലെ തന്നെ വിറകും ഉണ്ട്. അതുകൊണ്ടാണ്. വെറും ഗ്യാസ് മാത്രമാണെങ്കിൽ ഒരു പക്ഷേ ഇതിൽ നിന്നോളുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും ലാഭം അതല്ലേ. ഹൈ വാട്ട്സ് ഉള്ള സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലാഭം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 1700 സംതിങ് വന്ന ഈ ഒരു ബില്ല് ഒരു 2 മാസം കണ്ടിന്യൂസ് ഈ ഒരു സാധനം മാറ്റി വെച്ചാൽ, കറണ്ട് അടുപ്പ് മാറ്റി വെച്ചാൽ ഏറെക്കുറെ 1000 രൂപയുടെ അടുത്ത് കുറവ് വരും. അപ്പോൾ എനിക്ക് 1000 രൂപയുടെ താഴെ ബില്ല് വരുള്ളൂ. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടില്ല ഞാൻ പറഞ്ഞത്. പൈസക്കാർക്ക് ഇതൊന്നും ബാധകമല്ല, കാരണം ഓർക്ക് പ്രശ്നമില്ലല്ലോ. ഇത് ഞാൻ സാധാരണക്കാരെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ഓർക്ക് എന്ത് ചെയ്യാം, എന്നെ അങ്ങനെ ട്രോളാ, അത് ഓഫാക്കി കൂടെ, ഇത് ഓഫാക്കി കൂടെ, മറ്റേത് കുറച്ച് പിന്നെ എന്താ പറയാ വിളക്ക് കത്തിച്ചാൽ മതി എന്നൊക്കെ പറയാം. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 2 മാസത്തിൽ 1000 രൂപയോളം കറണ്ട് ബില്ല് കുറയാന്ന് പറഞ്ഞാൽ വലിയ കുറച്ചിലാണ്, അല്ലെങ്കിൽ യാതൊരു മാറ്റമില്ല. ഞാൻ വീണ്ടും പറയാണ്, 1000 രൂപ കറണ്ട് ബില്ല് കൊടുക്കുന്ന സ്ഥാനത്ത് നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, വിറകില്ല സൗകര്യമില്ല ആളുകളാണെങ്കിൽ. ഇനി ഇതിലും വരും നെഗറ്റീവ്, വരാതിരിക്കാൻ യാതൊരു സാധ്യതയും ഞാൻ കാണില്ല. അപ്പോൾ നമ്മളൊരു സാധനം ഉപയോഗിക്കാത്തിടത്തോളം കാലം KCBക്ക് നഷ്ടം തന്നെയാണ്. കാരണം നമ്മൾക്ക് ഈ ഒരു സാധനം അവർ വിൽക്കുകയാണ്, നമ്മൾ വാങ്ങണില്ല എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ വേണ്ടത്ര ഉപയോഗിക്കുന്ന ആളുടെ കൂലിക്ക് നഷ്ടമല്ലേ. അതാണ് ഞാൻ പറഞ്ഞത് KCBക്ക് ഒരു പണി കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ഇനി നെഗറ്റീവ് കമന്റ് ഇങ്ങനെ പോന്നോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. ഞാൻ വീണ്ടും പറയാട്ടോ, എത്രത്തോളം ഹൈ വാട്ട്സുള്ള സാധനത്തിന്റെ ഉപയോഗം കുറക്കണോ അത്രത്തോളം കറണ്ട് ബില്ല് നമുക്ക് കുറയും, യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞു, വെറും 16 ദിവസത്തെ റിസൾട്ടാണ് ഈ ഒരു 200 സംതിങ് വന്നത് രൂപ. ഏകദേശം 50-60 യൂണിറ്റ് മാറ്റം വന്നു. ഇതന്നെ മാറ്റം വരാൻ കാരണം ഞാൻ പറഞ്ഞു, ഇവിടെ കുറച്ച് മോട്ടറുമായി ബന്ധപ്പെട്ട് കുറച്ച് മരാമത്ത് വർക്കുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, വീണ്ടും പറയാണ്, ഹൈ വാട്ട്സ് സംഭവങ്ങൾ മാറ്റിവെച്ചോ ലാഭം ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ.